എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹിഗനെ കൊല്ലാൻ വന്ന ഓസയുടെ നിഞ്ചയെ അവൻ കൊന്നതിന് ശേഷം അവിടെ നിന്ന് അവന്റെ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ അവന്റെ കയ്യിലുള്ള ഒരുപാട് മൊബൈലിലെ ഒരു മൊബൈലിലേക്ക് ആരോ ഒരാൾ വിളിക്കുന്നു. എന്നിട്ട് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ അവസാനം നമുക്ക് സംസാരിക്കാം. ഹിഗൻ, നമ്മൾ ഈ കോളിലൂടെ സംസാരിക്കുന്ന കാര്യം മറ്റാരും കേൾക്കാൻ പോകുന്നില്ല, അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാം എന്ന് അയാൾ ഹിഗനോട് പറയുമ്പോൾ തിരിച്ച് അയാൾ ആരാണെന്ന് ഹിഗൻ ചോദിക്കുന്നു. അതിനയാള്, ഞാൻ ആരാണെന്നുള്ള കാര്യം ഇപ്പൊ തൽക്കാലത്തേക്ക് നീ അറിയണ്ട, ശരി ഞാൻ എന്ന കാര്യത്തിലേക്ക് വരാം. നീ ഇപ്പൊ പോകുന്നത് ഓസയുടെ സിറ്റിയിലേക്കല്ലേ, എന്നാൽ നിന്നെ കൊണ്ട് അവിടേക്ക് ഒരിക്കലും കയറാൻ സാധിക്കില്ല. അവിടെ അത്രയും ടോപ്പ് സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് അതിന്റെ അകത്തേക്ക് ഒരു വഴി മുഖേനയും കടക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ നിന്നെ സഹായിക്കാം. ഇത് കേട്ട ഹിഗൻ അയാളോട്, ഇയാളെ നമുക്ക് തൽക്കാലം മിസ്റ്റർ നിഞ്ച എന്ന് വിളിക്കാം. ഇപ്പൊ മിസ്റ്റർ നിഞ്ചയോട് ഹിഗൻ, നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ എന്തിനു വിശ്വസിക്കണം? അപ്പം മിസ്റ്റർ നിഞ്ച പഴയ നിഞ്ചാസിന് മാത്രം അറിയുന്ന ഒരു പോയത്തിന്റെ വരി ഹിഗനോട് പറഞ്ഞു. അത് കേൾക്കുന്ന ഹിഗന് അവനെ വിളിക്കുന്ന മിസ്റ്റർ നിഞ്ചയും അവനെ പോലെ പുറത്താക്കപ്പെട്ട ഒരു നിഞ്ചയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് അസോസിയേഷൻ വിട്ട് പുറത്തേക്ക് വന്ന മറ്റൊരു നിഞ്ച. ശേഷം അവസാനമായിട്ട് മിസ്റ്റർ നിഞ്ച, നിനക്ക് ആവശ്യമുള്ള കാര്യം നടക്കണമെങ്കിൽ ഞാൻ അയച്ചു തരുന്ന ഒരു ലൊക്കേഷനിലേക്ക് നീ വന്നാൽ മതി, എന്നെ ഇനി വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ് മിസ്റ്റർ നിഞ്ച കോൾ കട്ട് ചെയ്തു. അവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അടുത്ത സീനിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മൈക്ക് മോറിസിനെയാണ്. ഇപ്പോഴാണ് മൈക്കിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. പണ്ട് മൈക്ക് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് തിരക്കിലായിരുന്ന സമയത്ത് അവന്റെ ഭാര്യ ഒരുപാട് തവണ അവന്റെ മൊബൈലിലേക്ക് കോൾ ചെയ്തു. പക്ഷെ മൈക്ക് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് തിരക്കിലായതുകൊണ്ട് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷമാണ് അവന്റെ ഭാര്യ വിളിച്ചതിന്റെ കാരണം അവന് മനസ്സിലായത്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന അവരുടെ കുട്ടി മരിച്ചുപോയി. ഇത് പറയാൻ വേണ്ടിയായിരുന്നു അവന്റെ ഭാര്യ വീണ്ടും വീണ്ടും അവനെ വിളിച്ചത്. പക്ഷെ മൈക്കിന് ആ സമയത്ത് അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവൻ അവസാനമായിട്ട് അവന്റെ കുഞ്ഞിന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാത്തിനും കാരണം തിരക്ക് പിടിച്ച അവന്റെ ജോലിയാണ്. ഇപ്പൊ പ്രസന്റിൽ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന മൈക്കിന് ഒരുപാട് കുറ്റബോധമുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള മൈക്കിന്റെ അടുത്തേക്ക് ഹിഗൻ വരുന്നു. എന്നിട്ട് അവനെ വിളിച്ച മിസ്റ്റർ നിഞ്ചയെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ മൈക്ക് ചെറിയൊരു സംശയത്തോടെ മിസ്റ്റർ നിഞ്ചയെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ഹിഗനോട് ചോദിക്കുന്നു. അതിന് ഹിഗൻ, അയാളും എന്നെ പോലെ ഒരു നിഞ്ചയാണ്, കാരണം നിഞ്ചകൾക്ക് മാത്രം അറിയുന്ന ഒരു വരി അയാൾ എനിക്ക് പറഞ്ഞു തന്നു. ആ സമയത്ത് എമ്മ അയാൾ ഹിഗനോട് പറഞ്ഞ കാര്യം ശരിയാണെന്ന് കണ്ടുപിടിച്ചു. ഓസ സിറ്റി ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ്, അവിടേക്ക് അത്ര പെട്ടെന്ന് ആർക്കും കയറാൻ കഴിയില്ല. ഇത് കൂടാതെ എമ്മയ്ക്ക് ഡാർക്ക് വെബിൽ നിന്ന് ഓസയെ കുറിച്ചുള്ള വേറെയും ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടി. ഓസ ഒരുപാട് വെപ്പൺസ് ഉണ്ടാക്കുന്നുണ്ട്. ആ വെപ്പൺസ് ഉപയോഗിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ലോകത്തെ തന്നെ നശിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഓസയ്ക്കെതിരായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ്. ആ ഡീറ്റെയിൽസ് ഡാർക്ക് വെബിൽ കൊടുത്തത് ഓസയിൽ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. പക്ഷെ അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്ന് തെളിയിക്കാൻ അവരുടെ അടുത്ത് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് ഡാർക്ക് വെബിൽ ആ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്ത സയന്റിസ്റ്റിനെ അവരിനി കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഓസയെ കുറിച്ചുള്ള വേറെയും ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ എമ്മയും മൈക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഹിഗൻ അവിടെ നിന്ന് നടന്നു പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ മൈക്ക് ഹിഗനോട്, നിന്റെ ഭാര്യയ്ക്ക് നീ ഒരു നിഞ്ചയാണെന്നുള്ള കാര്യം അറിയാമായിരുന്നോ? അതെ, അവൾക്കറിയാം, കാരണം അവളും ഒരു നിഞ്ചയായിരുന്നു. ഓ, അപ്പൊ നിഞ്ചകൾക്കും ഫാമിലി ഉണ്ടോ? അല്ല, ഞങ്ങൾ രണ്ടുപേരും കോഡ് തെറ്റിച്ചവരാണ്. നിഞ്ചകൾക്കാർക്കും പരസ്പരം ഒരു വികാരവും ഇല്ല, പക്ഷെ ഞങ്ങളത് തെറ്റിച്ചു എന്ന് പറഞ്ഞ് ഹിഗൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. എല്ലാ നിഞ്ചകൾക്കും ഈ കോഡ് ബാധകമാണ്. കോഡ് എന്ന് പറഞ്ഞാൽ അവരുടെ നിയമം. അവരുടെ ഓർഗനൈസേഷന് വേണ്ടി മരിക്കുന്നത് വരെ ജോലി ചെയ്യണം. അവരുടെ രഹസ്യങ്ങളൊന്നും പുറത്ത് ആരോടും പറയാൻ പാടില്ല. അവരെ ആരും കണ്ടുപിടിക്കുകയും ചെയ്യരുത്. അവർക്ക് കിട്ടുന്ന മിഷൻ അവരുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ പോലും അവരത് തീർക്കണം. അതുപോലെ നിഞ്ചകൾ ഒരിക്കലും ഇമോഷണലി ഇടപഴകാൻ പാടില്ല. അതിനെ അവർക്കറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു വികാരവും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യണം. ഇത്രയുമാണ് നിഞ്ചകളുടെ കോഡ്, അവരുടെ നിയമം. ഈ കോഡ് തെറ്റിക്കുന്നവരെ അവർ കൊല്ലും. പക്ഷെ അതിൽ ഹിഗനും അവന്റെ ഭാര്യ മാരിയും കോഡ് തെറ്റിച്ച് അവരുടേതായ പുതിയൊരു കുടുംബം ആരംഭിച്ചു. അതായത് അവർ ആ കോഡ് ബ്രേക്ക് ചെയ്തു. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് യമാജിയും അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന കുറച്ച് നിഞ്ചാസും ഓസയുടെ 2 എക്സിക്യൂട്ടീവ്സും ഇവരെല്ലാവരും ഇപ്പൊ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഹിഗൻ ചെയ്ത കാര്യങ്ങളെ പറ്റിയും അവനെ ഇനി എങ്ങനെ കൊല്ലാം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് അവർ കൂടിയത്. പക്ഷെ അവർ സംസാരിച്ച് വന്ന കാര്യം സംസാരിക്കാതെ മറ്റെന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ട് ദേഷ്യം വരുന്ന അവരുടെ മാസ്റ്റർ യമാജി അയാളുടെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് കൂട്ടത്തിലെ കുള്ളന്റെ കഴുത്ത് ഞെരുക്കി. അയാളുടെ ഈ പ്രവൃത്തി കൊണ്ട് അവൻ ശ്വാസം കിട്ടാതെ പെടഞ്ഞു. നിന്റെയൊക്കെ കൊണ കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആ ഹിഗനെ കൊല്ലാനുള്ള വഴി എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കേ. പിന്നൊരു കാര്യം, അവന്റെ സീക്രട്ട് ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് അതാദ്യം കണ്ടുപിടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അത് ഓർത്തോ എന്ന് പറഞ്ഞ് യമാജി ആ കുള്ളനെ പിടിച്ച് പിടിവിടുമ്പോ ആ കൂട്ടത്തിലെ ഓസയുടെ സിഇഒ, ഇവന്റെ പേരാണ് ജോസഫ്, അവനപ്പ യമാജിയോട്, ഹിഗനെ സഹായിക്കുന്ന FBI ഓഫീസറെ നമ്മൾ എന്ത് ചെയ്യും? അതിന് യമാജി അവിടെ, പ്രത്യേകിച്ച് ഒരു ഉപദ്രവം ഇല്ലാതെ അവനെ നമ്മൾ പേടിക്കണ്ട. പക്ഷെ ഇനി എങ്ങാനും അവൻ നമുക്ക് ഉപദ്രവം ആയാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അവനെ എടുത്തു കളഞ്ഞാൽ മതി. ആ പണി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. അതുകൊണ്ട് ആവശ്യം വരുമ്പോൾ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. അടുത്ത സീനിൽ ഹിഗന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹിഗൻ, മാരി, സായ് ഇവര് 3 പേരും ട്രെയിനിങ് കഴിഞ്ഞ് നിഞ്ചാസ് ആയത് ഒന്നിച്ചാണ്. അപ്പൊ അവര് നിഞ്ചാസ് ആയിട്ട് മാറുന്ന സെറിമണി നടക്കുന്ന സമയത്ത് അവിടെ യമാജിയും ഉണ്ടായിരുന്നു. അതായത് യമാജി ഈ ഓർഗനൈസേഷനിൽ പണ്ട് മുതലേ ഉണ്ട്. അയാൾ നിഞ്ചാസിന്റെ തലമൂത്ത കാരണവരാണെന്ന് വേണമെങ്കിൽ പറയാം. അവർ നിഞ്ചാസ് ആയതിനു ശേഷം അവർക്ക് 3 പേർക്കും സീക്രട്ട് ആയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ആർട്ട് കൈമാറി. ആ ആർട്ട് പരസ്പരം ആർക്കും പറഞ്ഞു കൊടുക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പെട്ടെന്ന് ഉപയോഗിക്കാനോ പാടില്ല. അവരുടെ ജീവൻ അത്രത്തോളം ആപത്തിലാവുന്ന സമയത്ത് മാത്രമേ ആ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇവരുടെ പേര് ഹിഗൻ, സായ്, മാരി, ഈ പേരും അവർക്ക് അപ്പ വെച്ചു കൊടുത്ത പേരാണ്. അവരുടെ ശരിക്കുള്ള പേര് എന്താണ്, അവരാരാണ്, ഏതാണ് എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നശിപ്പിച്ചു. എന്നിട്ട് അവർക്ക് പുതിയതായിട്ട് ഒരു നിഞ്ചയായിട്ട് കിട്ടിയ പേരാണിത്. തുടർന്ന് ഹിഗാനും മാരിയും അവർക്ക് കിട്ടിയ ആദ്യത്തെ മിഷൻ ചെയ്യുന്ന സമയത്ത് മാരിയുടെ ശരീരത്തിൽ ഗുരുതരമായിട്ട് ഷൂട്ട് ഏറ്റു. ആ സമയത്ത് പെട്ടെന്ന് ഹിഗാൻ അവളെ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു.
ഒരു നിഞ്ചയായിരിക്കുമ്പോൾ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവന് കിട്ടിയ മിഷൻ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതല്ലാതെ അവന്റെ കൂടെ വന്ന ആളെ ഒരിക്കലും സഹായിക്കാൻ പാടില്ല. അവരുടെ കൂടെ വന്ന ആൾ മരിച്ചാൽ പോലും അവരെ തിരിഞ്ഞു നോക്കാനേ പാടില്ല. പകരം മിഷൻ എന്താണോ അത് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ അന്ന് ഹിഗൻ ആ മിഷൻ ഉപേക്ഷിച്ച് മാരിയെയും കൊണ്ട് രക്ഷപ്പെട്ടു. ശേഷം അവളെയും കൊണ്ട് ഒരു സ്ഥലത്ത് ഒളിച്ചു താമസിച്ചു. ആ സമയത്ത് മാരി ആവട്ടെ ഇതെല്ലാം തെറ്റാണ്, നമ്മുടെ മിഷനാണ് നമുക്ക് പ്രധാനം, നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ സ്വന്തം ജീവൻ അവൾ എടുക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഹിഗൻ അവളെ തടഞ്ഞു. ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല, പക്ഷേ നമ്മുടെ കോഡ് എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഒന്നിക്കാൻ പാടില്ല. അതിന് ഹിഗൻ നിന്നെ കണ്ട അന്ന് തൊട്ട് ഞാൻ ആ കോഡ് ബ്രേക്ക് ചെയ്തതാണ്. അത് കേട്ട മാരിക്കും തിരിച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്. രണ്ടുപേരും അന്ന് അവിടെ വെച്ച് ഒന്നിച്ചു. ശേഷം അവർ രണ്ടുപേരും സ്നേഹിക്കുന്ന കാര്യം അവിടേക്ക് അവരെ അന്വേഷിച്ച് വരുന്ന സായി കണ്ടു. ഇപ്പൊ പ്രസന്റ്ലി ഹിഗൻ മിസ്റ്റർ നിഞ്ച പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് അയാൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്ത് അവൻ ഓസ സിറ്റിയിലേക്ക് കയറാനാണ് പ്ലാൻ. അതിനു മുമ്പ് മിസ്റ്റർ നിഞ്ച ഹിഗനെ വിളിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓസ സിറ്റിയിൽ മുഴുവൻ ഹൈ സെക്യൂരിറ്റി ഉണ്ട്. അവിടേക്ക് ഒരു ഈച്ചയ്ക്ക് പോലും കയറണമെങ്കിൽ പെർമിഷൻ വേണം. ചുറ്റും സദാസമയം ഗാർഡ്സ്, CCTV, മുഴുവനായിട്ടും ഹൈ സെക്യൂരിറ്റി ഉള്ള സെൻസേഴ്സ്. അറിയാത്ത ആരെങ്കിലും പുറത്തുനിന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചാൽ അവിടുത്തെ സിസ്റ്റം അവരെ ഓപ്പൺ ഫയർ ചെയ്യും. കൂടാതെ ആ സിറ്റിയുടെ ചുറ്റും ഒരു ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡ് ഉണ്ട്. അത് കടന്ന് കാറ്റും മഴയും മാത്രമേ അകത്തേക്ക് വരാറുള്ളൂ. വേറെ ഒന്നും ആ ഷീൽഡ് കടന്ന് അതിന്റെ അകത്തേക്ക് വരില്ല. അതുകൊണ്ട് ഹിഗൻ മുകളിലൂടെ വരുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. അതുകൊണ്ട് അവൻ അകത്തേക്ക് കയറാനുള്ള ഒരേ ഒരു വഴി അണ്ടർഗ്രൗണ്ടിലൂടെയാണ്. അതല്ലാതെ അവന് മറ്റൊരു വഴിയില്ല. പക്ഷെ എന്നിരുന്നാലും അണ്ടർഗ്രൗണ്ടിലും ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട്. ഏത് സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റീസ്, പോരാത്തതിന് സെക്യൂരിറ്റി ക്യാമറ, എപ്പോഴും പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്ന ലേസേഴ്സ്. ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിലും ഒരുപാട് സെക്യൂരിറ്റി ഉണ്ട്. പക്ഷെ മിസ്റ്റർ നിഞ്ച അയാൾക്ക് പറ്റുന്നത് പോലെ കുറച്ച് സമയത്തേക്ക് മാത്രം അവിടെയുള്ള സെക്യൂരിറ്റി ക്യാമറാസ് ഓഫ് ചെയ്യും. ഇങ്ങനെ മിസ്റ്റർ നിഞ്ച സെക്യൂരിറ്റി ക്യാമറാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് വേണം ഹിഗൻ എത്രയും പെട്ടെന്ന് അതിന്റെ അകത്തേക്ക് വരാൻ. ഇപ്പൊ ഹിഗൻ അകത്തേക്ക് വരാൻ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് മൈക്കും സമാന്റെയും ചേർന്ന് അവർക്ക് നേരത്തെ കിട്ടിയ ഓസയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് ഡാർക്ക് വെബിൽ പബ്ലിഷ് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ചു. അയാളാണ് ജേസൺ കാർഡനസ്. ഇയാളെ ഇനി കണ്ടുപിടിച്ചിട്ട് വേണം അവർക്ക് ഓസയെ കുറിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ. എന്നാലല്ലേ അവർക്ക് ഓസയെ തകർക്കാൻ പറ്റൂ. ഇതേ സമയത്ത് ഇവിടെ ഹിഗൻ അണ്ടർഗ്രൗണ്ടിൽ മിസ്റ്റർ നിഞ്ച പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്ത്രപൂർവ്വം അണ്ടർഗ്രൗണ്ടിന്റെ ഉള്ളിലൂടെ ഗാർഡ്സ് കാണാതെ ഒരുപാട് ദൂരം മുന്നിലേക്ക് വന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെയുള്ള ലേസറിലേക്ക് അവന്റെ ഒരു തുള്ളി വേർപ്പ് ചാടി. അതോടെ എല്ലാ ഗാർഡ്സും ഹിഗനെ പിടിക്കാൻ വേണ്ടി വരുന്നു. എന്നാലും അവൻ എങ്ങനെയൊക്കെയോ അതിന്റെ അകത്തേക്ക് കയറാനുള്ള അവസാനത്തെ എൻട്രൻസിന്റെ അവിടേക്ക് എത്തി. ആ ഒരു എൻട്രൻസ് ലേസർ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഹിഗൻ അതിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടി മിസ്റ്റർ നിഞ്ച അവിടെയുള്ള ലേസർ വെറും 5 സെക്കൻഡിന് തുറന്നു കൊടുത്തു. അങ്ങനെ ഹിഗൻ ആ ലേസർ മറികടന്ന് അവിടേക്ക് കയറാൻ ഓടി വരുമ്പോൾ പെട്ടെന്ന് അവന്റെ എതിരെ വന്ന സായി അവനെ ചവിട്ടി മാറ്റി. അതിന്റെ അകത്തേക്ക് അവനെ കയറാൻ സമ്മതിച്ചില്ല. അങ്ങനെ രണ്ടുപേരും മുഖാമുഖം നോക്കി നിൽക്കുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ എനിക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു അനിമയല്ല വേണ്ടത്, പകരം വൺ പീസ് ആണ് വേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ വൺ പീസിന്റെ വർക്കൊക്കെ ഏറെക്കുറെ അവസാനിക്കാറായിട്ടേ ഉള്ളൂ. കാരണം വൺ പീസ് അത്രത്തോളം ഉണ്ട്. 1-2 എപ്പിസോഡ് ആണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാം. പക്ഷേ 10 to 15 അല്ലെങ്കിൽ മാക്സിമം പോയാൽ 20 അത്രയും എപ്പിസോഡാണ് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അത്രയും എപ്പിസോഡ് ഒരു വീഡിയോയിൽ ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എത്ര എപ്പിസോഡിൽ നിന്ന് റെക്കോർഡ് ചെയ്യണോ അത്രയും എപ്പിസോഡിൽ നിന്ന് കാണണം. അതുകൂടാതെ വൺ പീസിന്റെ ഒറിജിനൽ എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഓരോ വീഡിയോയും കണ്ടിന്യൂസ് ആയിട്ടില്ല പറയുന്നത്, പകരം ഓരോ വീഡിയോസും മിക്സ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അതായത് ആദ്യത്തെ എപ്പിസോഡ് അവസാനവും അവസാനത്തെ എപ്പിസോഡ് ആദ്യമായിരിക്കും പറയുന്നത്. സോ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലാഗ് ആവുന്നത്. പക്ഷെ ഒരു മാസത്തോളം വീഡിയോ ലാഗ് ആവണമെന്ന് ചോദിച്ചാൽ അതില്ല. ഒരു മാസത്തോളം വീഡിയോ വരാതിരുന്നതിന് പ്രത്യേകിച്ച് എനിക്ക് കാരണങ്ങളൊന്നും പറയാനില്ല. ആ കാര്യം പറഞ്ഞ് ഞാൻ കുഴപ്പിക്കുന്നുമില്ല. എന്നാൽ ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒരാഴ്ചയുടെ ഉള്ളിൽ വരുന്ന രീതിയിൽ ചെയ്യാം. ഒരു മാസമൊക്കെ കഴിഞ്ഞ് വീഡിയോ വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ അത്രയും ക്യൂരിയോസിറ്റി അടിച്ചിരിക്കുകയായിരിക്കും. പിന്നെ ദിവസം പോകുന്തോറും നിങ്ങൾ ആ കഥ മറന്നുപോയിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. ഇപ്പൊ വൺ പീസ് ഇനി അങ്ങോട്ട് സീസൺ അനിമയാക്കാൻ പോവാണ്. അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് അത് തന്നെയായിരിക്കും വീഡിയോ കാത്തിരിക്കുന്നത് നിങ്ങൾക്കും ഉണ്ടാവുന്നത്. സോ മാക്സിമം ഒരാഴ്ച അതിൽ കൂടാൻ ഞാൻ സമ്മതിക്കില്ല. ഏതൊക്കെ വീഡിയോസ് എപ്പോഴൊക്കെ വരുമെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ കമ്മ്യൂണിറ്റി വഴി അറിയിക്കാം. എന്നിട്ടും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും കമ്മ്യൂണിറ്റി വഴി അറിയിക്കാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും, വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.